Dear students, welcome to Learner's World. In this video, I'm going to talk about April 15th and 16th, 1802 Journals of Dorothy Wordsworth by Dorothy Wordsworth, FIUGP, Semester 4, ACC Literature, Calicut University. Summary of April 15th and 16th, 1802 Journals of Dorothy. The journal, April 15th and 16th, 1802, is a record of 2 days in the life of Dorothy Wordsworth. In this journal, she carefully describes her experiences while walking through the countryside with her brother William Wordsworth. അപ്പോൾ ഈ ഏപ്രിൽ 15th ആൻഡ് 16th 1802 ജേണൽസ് ഓഫ് ഡൊറോത്തി വേർഡ്സ്വർത്ത് എന്ന് പറയുന്നത് ഇതൊരു ജേണൽ എൻട്രീസ് ആണ്. അതായത് ഏപ്രിൽ 15th 16th 2 ദിവസത്തെ ജീവിതത്തിലുണ്ടായിട്ടുള്ള അനുഭവങ്ങൾ ഡൊറോത്തി വേർഡ്സ്വർത്ത് റെക്കോർഡ് ചെയ്തിട്ടുള്ള ഒരു ജേണലാണ് നമുക്ക് പഠിക്കാനുള്ളത്. ഇതിൽ ഡൊറോത്തി വേർഡ്സ്വർത്ത് എന്ന് പറയുന്നത് വേർഡ്സ്വർത്തിൻ്റെ സഹോദരിയാണ്. അപ്പോൾ ഇതിൽ അവർ കൺട്രി സൈഡിലൂടെ തൻ്റെ ബ്രദറായിട്ടുള്ള വില്യം വേർഡ്സ്വർത്തുമായിട്ട് നടന്നു പോയ സമയത്തുണ്ടായിട്ടുള്ള അനുഭവങ്ങളാണ് ഇതിൽ വിവരിച്ചിരിക്കുന്നത്. The writing shows a deep love for nature and her ability to observe even the smallest details in the natural world. അപ്പോൾ ഈ ഒരു ഗ്രാമപ്രദേശത്തിലൂടെ നടക്കുന്ന സമയത്ത് ഉണ്ടായിട്ടുള്ള അനുഭവങ്ങൾ വളരെ ഡീറ്റെയിൽ ആയിട്ട് റെക്കോർഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പ്രകൃതിനോടുള്ള ആഴത്തിലുള്ള സ്നേഹം, അതുപോലെ ചെറിയ ചെറിയ പ്രകൃതിയിൽ സംഭവിക്കുന്ന ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ച് എഴുതിയിട്ടുള്ള ഒരു ജേർണലാണിത്. On Thursday, April 15th, 1802, the morning was misty and threatening but still mild. Dorothy and William started their journey after dinner from Ewsmere. അപ്പോൾ 1802 ഏപ്രിൽ 15th 15-ാം തീയതി വ്യാഴാഴ്ച രാവിലെ അല്പം അതുപോലെ മൂടൽമഞ്ഞ് ഉണ്ടായിരുന്നു. അതൊരു ത്രെട്ടനിങ് എക്സ്പീരിയൻസ് ആയിരുന്നു. അതായത് ഒരു ഭീഷണി ഉള്ളതായിരുന്നെങ്കിലും കാലാവസ്ഥ സൗമ്യമായിരുന്നു എന്നാണ് പറയുന്നത്. ഡൊറോത്തിയും വില്യം വേർഡ്സ്വർത്തും ഉച്ചഭക്ഷണത്തിന് ശേഷം യൂസ്മേറിൽ നിന്ന് യാത്ര ആരംഭിച്ചു. ദ വിൻഡ് വാസ് സ്ട്രോങ് ആൻഡ് ദ ലേക്ക് ലുക്ക്ഡ് റഫ്. കാറ്റ് ശക്തമായിരുന്നു. തടാകത്തിലെ വെള്ളം അല്പം കുലുങ്ങിയതുപോലെ തോന്നി. They stopped for some time near a boat house and rested under a bush. അവർ കുറച്ച് നേരം ഒരു ബോട്ട് ഹൗസിൻ്റെ അടുത്ത് കുറച്ച് നേരം അവർ വിശ്രമിച്ചു. ഒരു ചെടിയുടെ കീഴിൽ ഇരുന്നിട്ടാണ് അവർ വിശ്രമിച്ചത്, ഒരു ബുഷിൻ്റെ കീഴിൽ. Dorothy noticed many things around her, including farmers walking in the fields and a boat floating in the water. അപ്പോൾ അവർ അവിടെ ഇരുന്ന് വിശ്രമിക്കുന്ന സമയത്ത് ഡൊറോത്തി വേർഡ്സ്വർത്ത് പല കാര്യങ്ങളും ശ്രദ്ധിച്ചു. അതായത് വയലുകളിലൊക്കെ ജോലി ചെയ്യുന്ന കർഷകരെയും തടാകത്തിൽ ഒഴുകുന്ന ഒരു വഞ്ചി, ഒരു ബോട്ടിനെയൊക്കെ ശ്രദ്ധിച്ചു. As they walked along the road, Dorothy observed many beautiful flowers growing beside the path. She saw primroses, violets, strawberries, anemones, and pilewort flowers shining brightly in the sunlight. These flowers made the roadside look colorful and lively. അങ്ങനെ അവർ ആ വഴിയിലൂടെ ഇങ്ങനെ നടന്നു പോവായിരുന്നു. പാതയുടെ വക്കിൽ വളർന്നിരുന്ന പലതരം പൂക്കൾ അവർ ശ്രദ്ധിച്ചു. പ്രൈം റോസ്, വയലറ്റ്, ഗാർഡ് സ്ട്രോബെറി, അനമോൺ, അതുപോലെ പൈൽവോട്ട് തുടങ്ങിയിട്ടുള്ള പൂക്കൾ സൂര്യപ്രകാശത്തിൽ മനോഹരമായിട്ട് തിളങ്ങുന്നതായിട്ടൊക്കെ ഡൊറോത്തി ശ്രദ്ധിച്ചു. ഈ പൂക്കൾ ആ വഴിയരികിനെ നിറമുള്ളതാക്കി മാറ്റുന്നുണ്ട്. While walking near the woods beyond Gobaro Park, they suddenly noticed a large number of daffodils near the lake. അങ്ങനെ ഗോബാരോ പാർക്കിനപ്പുറത്തുള്ള കാടിനരികിലൂടെ നടക്കുമ്പോൾ അവർ തടാകത്തിൻ്റെ തീരത്ത് വലിയ തോതിൽ ഡാഫോഡിൽ പൂക്കൾ കണ്ടു. The flowers were growing along the shore and under the trees. Some daffodils were resting on mossy stones while others were dancing in the wind. Dorothy was deeply impressed by their beauty. She describes them as moving joyfully and shining brightly beside the water. അപ്പോൾ ഈ ഡാഫോഡിൽസ് ചിലത് കല്ലുകളുടെ മുകളിലും ചിലത് മരങ്ങളുടെ കീഴിലൊക്കെ വളർന്നിരുന്നു. ചില ഡാഫോഡിലുകൾ പായൽ പിടിച്ച കല്ലുകളുടെ മുകളിൽ വിശ്രമിക്കുന്നത് പോലെ തോന്നി.
മറ്റുള്ളവ കാറ്റിൽ നൃത്തം ചെയ്യുന്നത് പോലെ കാണപ്പെട്ടു. ഈ കാഴ്ച ഡൊറോത്തിയെ വളരെ ആകർഷിച്ചു. അവൾ അവയെ സന്തോഷത്തോടെ വെള്ളത്തിനരികിൽ തിളങ്ങുന്നതുമായിട്ടുള്ള പൂക്കളായിട്ട് അതിനെ ഡിസ്ക്രൈബ് ചെയ്തു. ഡാഫോഡിൽസിനെ ഡിസ്ക്രൈബ് ചെയ്തു. വളരെ ജോയ്ഫുള്ളായിട്ട് ഷൈനിങ് ആയിട്ടുള്ള പൂക്കളായിട്ട്. This famous observation later inspired William Wordsworth's poem I Wandered Lonely as a Cloud, which is also known as Daffodils. ഈ ഡാഫോഡിൽ പൂക്കളെ കുറിച്ചിട്ടുള്ള അനുഭവങ്ങൾ പിന്നീട് വില്യം വേഴ്സ്വർത്തിൻ്റെ പ്രശസ്തമായിട്ടുള്ള കവിതയാണ് ഐ വാണ്ടേഡ് ലോൺലി ആസ് എ ക്ലൗഡ് എന്ന് പറയുന്നത്. ഡാഫോഡിൽസ് എന്ന് പറഞ്ഞിട്ടുള്ള ഈ കവിത എഴുതാൻ ഇൻസ്പിറേഷൻ കിട്ടി. ഡ്യൂറിങ് ദി ജേർണി they crossed bridges, walked through fields and past cottages and farms. അപ്പോൾ അവർ യാത്രക്കിടെ അവർ പാലങ്ങൾ കടന്നുപോയി, വയലുകളിലൂടെ നടന്നു, കുടിലുകളും കൃഷിസ്ഥലങ്ങളൊക്കെ കടന്നുപോയി. Dorothy carefully described the surroundings such as the rough lake, the windy weather and the quiet countryside. അങ്ങനെ ഡൊറോത്തി അവിടെയുള്ള തടാകത്തിൻ്റെ തിരമാലകളും കാറ്റിൻ്റെ ശക്തിയും ഗ്രാമപ്രദേശത്തിൻ്റെ ശാന്തതയൊക്കെ വളരെ മനോഹരമായിട്ട് ഡിസ്ക്രൈബ് ചെയ്തു. അറ്റ് വൺ പോയിൻറ്റ് ദേ റെസ്റ്റഡ് ഇൻ ഡോബ്സൺസ് ഹൗസ് വേർ ദേ സ്പെൻഡ് സം ടൈം കംഫർട്ടബിളി. അങ്ങനെ ഒരു സമയത്ത് അവർ ഡോബ്സൻ്റെ വീട്ടിൽ വിശ്രമിച്ചു. വില്യം സാറ്റ് നിയർ ദ ഫയർ ആൻഡ് റീഡ് ബുക്സ് സച്ച് എസ് എൻഫീൽഡ് സ്പീക്കർ and placed by William Congreve. They enjoyed warm rum and water before going to bed. അങ്ങനെ അവർ അവിടെ സമയം സ്പെൻഡ് ചെയ്ത സമയത്ത് വില്യം വേർഡ്സ്വർത്ത് അവിടെ ഫയറിൻ്റെ അടുത്ത് ഇരുന്നിട്ട് എൻഫീൽഡ് സ്പീക്കർ എന്ന പുസ്തകവും വില്യം കോൺഗ്രേവ് എഴുതിയിട്ടുള്ള നാടകങ്ങളൊക്കെ വായിച്ചു. അവർ ചൂടുള്ള റമ്മ് വെള്ളത്തിൽ കലർത്തി കുടിച്ച ശേഷം വിശ്രമിച്ചു. The next day, Friday, April 16, 1802, Good Friday, Dorothy woke up early and was amazed by the beauty of the morning landscape. അടുത്ത ദിവസം 1802 ഏപ്രിൽ 16 ഗുഡ് ഫ്രൈഡേ ആയിരുന്നു. 16-ാം തീയതി രാവിലെ ഡൊറോത്തി എഴുന്നേറ്റപ്പോൾ പ്രകൃതിയുടെ മനോഹാരിത അവളെ അതിശയിപ്പിച്ചു. The sun was shining brightly and the wind had stopped. The hills looked cheerful and the river flowed calmly into the lake. സൂര്യൻ പ്രകാശിച്ചിട്ടുണ്ടായിരുന്നു, കാറ്റ് ശാന്തമായി, കുന്നുകൾ സന്തോഷകരമായി തോന്നി, നദി ശാന്തമായി ഒഴുകി തടാകത്തിലേക്ക് ചേർന്നു. During their walk that day, Dorothy described many scenes of nature. അങ്ങനെ അന്ന് നടത്തിയിട്ടുള്ള അവരുടെ ആ ഒരു വാക്കിങ്ങിൽ അവർ നടന്നു പോയിട്ടുള്ള ആ ഒരു ദിവസം അവൾ പ്രകൃതിയിലെ പല ശബ്ദങ്ങളും കാഴ്ചകളും ഒക്കെ ശ്രദ്ധിച്ചു. ഷീ നോട്ടീസ്ഡ് ബേർഡ്സ് സിംഗിങ്, ഡോഗ്സ് ബാക്കിംഗ് ആൻഡ് ദ സൺ ഷൈനിങ് ഓൺ ദ ഹിൽസ്. അതായത് പട്ടി കുരയ്ക്കുന്നതും അതുപോലെ പക്ഷികളുടെ ചിർപ്പിങ്ങും ഒക്കെ അവൾ കേട്ടു. She carefully observed the colors of the trees, such as the yellow palms, green twigs, and purple branches of the birch trees. അതുപോലെ ഒരുപാട് മരങ്ങളുടെ വ്യത്യസ്തമായിട്ടുള്ള നിറങ്ങളും ഒക്കെ അവൾ വിശദീകരിക്കാൻ തുടങ്ങി. അതായത് ബിർച്ച് മരങ്ങളുടെ പർപ്പിൾ നിറമുള്ള കൊമ്പുകൾ, പച്ചിലകൾ, മഞ്ഞ നിറമുള്ള ചില്ലകൾ എന്നീ തുടങ്ങിയിട്ടുള്ള കളേഴ്സ്. The hawthorn trees looked bright green and the moss under the oak trees shone beautifully. അതുപോലെ തന്നെ ഹോത്തോൺ മരങ്ങൾ തെളിഞ്ഞ പച്ചയായി കാണപ്പെട്ടു. ഓക്ക് മരത്തിൻ്റെ അടിയിലെ പായൽ മനോഹരമായിട്ട് തിളങ്ങി. ഓൺ ദ വേ ദേ മെറ്റ് ടു സിസ്റ്റേഴ്സ് വാക്കിംഗ് ഇൻ ദ ഫീൽഡ്സ്. വൺ ഗേൾ വാസ് ക്യാരിങ് 2 pitchforks while the other had a spade. Dorothy and William takes with them for some time and after they left the girls laughed loudly. അങ്ങനെ പിന്നീട് വയലിലൂടെ പോകുമ്പോൾ അവർ വയലിൽ ജോലി ചെയ്യുന്ന 2 സിസ്റ്റേഴ്സിനെ, സഹോദരിമാരെ കണ്ടു. ഒരാൾക്ക് 2 പിച്ച്ഫോർക്ക് ഉണ്ടായിരുന്നു, മറ്റൊരാൾക്ക് ഒരു സ്പേഡ്, മൺവെട്ടി ഉണ്ടായിരുന്നു. ഡൊറോത്തിയും വില്യം വേഴ്സ്വർത്തും കുറച്ച് നേരം അവരോട് സംസാരിച്ചു. അവരവിടെ നിന്ന് പോയതിന് ശേഷം ആ പെൺകുട്ടികൾ അങ്ങനെ ലോഫ്ഡ് ലൗഡ്ലി അവർ ചിരിക്കാൻ തുടങ്ങി. As they continued their journey toward Keckstown, they saw hundreds of cattle grazing in the valley. They also saw small streams flowing among the rocks. William showed Dorothy a little mossy stream that he loved very much. അങ്ങനെ അവർ കിർക്ക്സ്റ്റോണിലേക്ക് പോകുമ്പോൾ അവർ താഴ്വരയിൽ 100 കണക്കിന് കന്നുകാലികൾ മേയുന്നത് കണ്ടു. കല്ലുകൾക്കിടയിൽ ഒഴുകുന്ന ചെറിയ അരുവികളും അവർ കണ്ടു. വില്യം വേഴ്സ്വർത്ത് മുമ്പ് ഇഷ്ടപ്പെട്ടിരുന്ന ഒരു ചെറിയ പായൽ പിടിച്ച നീരൊഴുക്ക് ഡൊറോത്തിക്ക് കാണിച്ചു കൊടുക്കുന്നുണ്ട്.
From a higher place, they could see a beautiful view of Ambleside and the green valley below. They watched crows flying in the sunlight, which looked bright like silver. The church of Ambleside appears white in the distance. ഒരു ഉയർന്ന സ്ഥലത്ത് നിന്ന് അവർ ആംബ്ലിസൈഡ് നഗരവും പച്ച നിറമുള്ള താഴ്വരയൊക്കെ കണ്ടു. സൂര്യപ്രകാശത്തിൽ പറക്കുന്ന കാക്കകൾ വെള്ളി പോലെ തിളങ്ങുന്നത് പോലെയൊക്കെ തോന്നി. ആംബ്ലിസൈഡ് ദേവാലയം ദൂരത്ത് വെളുത്തതായിട്ട് കാണപ്പെട്ടു. Later they visited a place called the Loves where the Roddington lived, but they did not go inside. Dorothy removed her stockings because she planned to cross a small stream, but instead she climbed over a wall near the bridge. പിന്നീട് അവർ റോഡിങ്ടൺ കുടുംബം താമസിച്ചിരുന്ന ലവ്സ് എന്ന സ്ഥലത്ത് എത്തിയെങ്കിലും അവരകത്തേക്ക് പോയില്ല. ഒരു ചെറിയ ഒഴുക്ക് കടക്കാൻ ഡൊറോത്തി തൻ്റെ സ്റ്റോക്കിങ്സുകൾ, തൻ്റെ ചെരുപ്പൊക്കെ അഴിച്ചു. പക്ഷേ അവസാനം പാലത്തിന് സമീപമുള്ള മതിൽ കയറിയാണ് അവർ പോയത്. In the evening, the landscape became very peaceful. They saw Rydal Lake shining in the evening light. The island and the lake were clearly visible, and the surrounding valley looked calm and beautiful. As night approached, the garden and valley appeared lovely in the soft half moonlight. വൈകുന്നേരത്തിൽ പ്രകൃതി വളരെ ശാന്തമായിരുന്നു. അവർ റൈഡൽ തടാകം വൈകുന്നേര പ്രകാശത്തിൽ തിളങ്ങുന്നതായിട്ട് കണ്ടു. തടാകത്തിലെ ദ്വീപുകൾ വ്യക്തമായി കാണപ്പെട്ടു. രാത്രി അടുക്കുമ്പോൾ താഴ്വരയും തോട്ടവും മൃദുവായ ചന്ദ്രപ്രകാശത്തിൽ വളരെ മനോഹരമായിട്ട് തോന്നി. ഓവറോൾ ദി ജേണൽ ഷോസ് ഡൊറോത്തി വേഴ്സ്വർത്ത് എക്സ്ട്രാ-ഓർഡിനറി എബിലിറ്റി ടു ഒബ്സർവ് നേച്ചർ ക്ലോസ്ലി ആൻഡ് ഡിസ്ക്രൈബ് ഇറ്റ് ഇൻ എ വിവിഡ് ആൻഡ് ലിവ്ലി വേ. അപ്പോൾ നമുക്ക് ഈ ഒരു ജേണലിൻ്റെ മൊത്തത്തിൽ നമ്മൾ പറയുകയാണെങ്കിൽ ഈ ജേണൽ ഡൊറോത്തി വേഴ്സ്വർത്തിൻ്റെ പ്രകൃതിയെ സൂക്ഷ്മമായി നിരീക്ഷിക്കുന്ന കഴിവും അതിനെ മനോഹരമായി വിവരിക്കുന്ന കഴിവൊക്കെ കാണിക്കുന്നുണ്ട്. ഹർ റൈറ്റിംഗ് കമ്പൈൻസ് സിമ്പിൾ ഡെയിലി ഇവൻറ്റ്സ് വിത്ത് ഡീപ്പ് അപ്രിസിയേഷൻ ഫോർ ദ ബ്യൂട്ടി ഓഫ് നാച്ചുറൽ വേൾഡ്. The journal also shows the strong bond between Dorothy and William Wordsworth and how their experiences in nature influenced poetry and literature. സാധാരണ ദിവസങ്ങളിലെ സംഭവങ്ങളെയും അതുപോലെ പ്രകൃതിയുടെ സൗന്ദര്യത്തോടുള്ള ആഴത്തിലുള്ള സ്നേഹമൊക്കെ ചേർത്തിട്ടാണ് അവർ ഈ ജേണൽ എഴുതിയിട്ടുള്ളത്. ഈ ജേണലിൽ ഡൊറോത്തിയുടെയും വില്യം വേഴ്സ്വർത്തിൻ്റെയും ശക്തമായിട്ടുള്ള അവരുടെ ആ ഒരു സഹോദര്യ ബന്ധവും അവരുടെ പ്രകൃതിയുടെ അനുഭവങ്ങൾ സാഹിത്യത്തെയും കവിതയും ഒക്കെ എങ്ങനെ സ്വാധീനിച്ചു എന്നുള്ളതൊക്കെ വ്യക്തമാക്കുന്നു.